പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് മോഷണം പോയ ആനക്കൊമ്പ് ക്യാമ്പിൽ തന്നെ എന്ന സംശയത്തിൽ പോലീസ് കാട് പിടിച്ച സ്ഥലത്ത് ഒളിപ്പിച്ച എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ക്യാമ്പിലെ കാട് പിടിച്ച സ്ഥലങ്ങൾ പരിശോധിക്കാനാണ് പോലീസ് നീക്കം. ഒരു ജീവനക്കാരന്റെ ഫോണിൽ ആനക്കൊമ്പിന്റെ ചിത്രം കണ്ടെത്തിയതോടെ ജീവനക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. ഹരിമോഹനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹരി, ആ ക്യാമ്പിന്റെ പരിധി വിട്ട ആനക്കൊമ്പ് പുറത്തു പോയിട്ടില്ല എന്നാണോ പോലീസിന്റെ സംശയം? തീർച്ചയായിട്ടും പാങ്ങോട് സൈനിക ക്യാമ്പിന് വലിയ രീതിയിലുള്ള സുരക്ഷയുണ്ട്. ആ സുരക്ഷ എന്ന് പറയുന്നത് തുടക്കം മുതൽക്ക് പ്രവേശന കവാടം മുതൽക്ക് ഉള്ളിൽ വരെ ഈ ഓഫീസേഴ്സ് ക്ലബ്ബ് നിലനിൽക്കുന്ന സ്ഥലത്ത് വരെ വലിയ രീതിയിൽ CCTV ദൃശ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ സൈനികരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് 100 കിലോയ്ക്ക് മുകളിലുള്ള 2 ആനക്കൊമ്പുകൾ അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഈ ക്യാമ്പിൽ തന്നെ ജോലി ചെയ്യുന്ന താൽക്കാലിക തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികളുടെ ഫോണിൽ ഇത്തരത്തിൽ ആനക്കൊമ്പിന്റെ ഒരു ചിത്രം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഓഫീസേഴ്സ് ക്ലബ്ബിൽ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചിത്രമാണ്. അതായത് എടുത്തുകൊണ്ട് പോകുന്നതോ അല്ലെങ്കിൽ കാണാതായതിനു ശേഷമുള്ള ചിത്രമോ അല്ല, അതിന് മുൻപുള്ള ആനക്കൊമ്പിന്റെ ചിത്രമാണ്. അപ്പോൾ ഈ ആനക്കൊമ്പ് ഒരു കൗതുകത്തിന് ആനക്കൊമ്പിന്റെ ചിത്രം എടുത്തതാണ് എന്നുള്ളതാണ് ഈ തൊഴിലാളികൾ മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോഴാണ് പോലീസിന് ഇത് സംബന്ധിച്ചിട്ടുള്ള വലിയ സംശയം വരുന്നത്. ഈ ആനക്കൊമ്പിന്റെ ചിത്രമൊക്കെ എടുക്കുക ഈ തൊഴിലാളികൾക്ക് കഴിഞ്ഞു. അപ്പോൾ അത്രത്തോളം സുരക്ഷയില്ലാത്ത സ്ഥലത്താണ് അല്ലെങ്കിൽ സുരക്ഷയില്ലാത്ത രീതിയിലാണ് അതവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ അതിനകത്ത് തന്നെയുള്ള ആളുകൾക്ക് ഇതേക്കുറിച്ച് കൃത്യമായി അറിയാം. അപ്പോൾ അവരിൽ ആരെങ്കിലും തന്നെ ഇത്തരത്തിൽ ആസൂത്രണം നടത്തിക്കൊണ്ട് കൂടുതൽ ആളുകളുടെ പിന്തുണയോടുകൂടി ഇത് അവിടെ നിന്നും മാറ്റിയിരിക്കാം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഇത് പുറത്തേക്ക് കൊണ്ടുപോകാതെ ഇവർ തന്നെ ഈ ക്യാമ്പിനകത്ത് തന്നെ വലിയ രീതിയിൽ പരിചയമുള്ള ആളുകൾ, ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, അതിൽ ഒരുപാട് കാട് പിടിച്ച പ്രദേശങ്ങളുണ്ട്, ഇവിടെ എവിടെയെങ്കിലും തന്നെ ഇത് സൂക്ഷിച്ചിരിക്കാം എന്നുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ രീതിയിലുള്ള പരിശോധന ഇന്നലെ നടന്നിരുന്നു. അതായത് ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു 5 അംഗ പോലീസ് സംഘം ഒരു ചെറിയ പരിശോധന നടത്തിയിരുന്നു. കാര്യമായ പരിശോധന നടത്തണമെങ്കിൽ അതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സൈനികരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. നിലവിൽ സൈന്യം പൂർണ്ണമായിട്ടും അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇന്നലത്തോടുകൂടി ഈ പരിശോധനയ്ക്കൊക്കെ ഒരു സമ്മതം മൂളിയിട്ടുണ്ട്. പക്ഷേ CCTV ദൃശ്യങ്ങൾ ഇതുവരെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ആ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള നീക്കം കൂടി പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ, ഓക്കെ, ഇപ്പോൾ പോലീസിന്റെ നിഗമനം പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് മോഷണം പോയ ആനക്കൊമ്പുകൾ അതാ ക്യാമ്പിന്റെ പരിധിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.